അതും കണ്ടിട്ട് എന്റെ സുജത്യം കഴിച്ചാ വിശന്നിട്ടാണ് എന്നേ എന്റെ പള്ളി ഗായ്സ്. നമ്മൾ ഇന്ന് അങ്ങനെ വീട്ടിൽ പോവാണ്. തിരിച്ചു വന്നിട്ട് വരുന്നേ വീട്ടിൽ പോവാണ്. ഇൻട്രോ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പം ഇനി വീട്ടിൽ നിന്നായിരിക്കും ചെന്നൈയിലേക്ക് പോവാം. അപ്പം അതിന് മുന്നേ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പം അതിന് പോയിട്ട് പോവുള്ളൂ. ഇവിടെ ഇറങ്ങാൻ നോക്കാം. കുളിയെല്ലാം കഴിഞ്ഞിട്ട് എന്ത് പറ്റിയേ? ഇന്ന് കുളിച്ചു. ഇതെത്ര കാലായി? ഇത് പക്ഷി പക്ഷി പോയല്ലേ അഞ്ഞ വിരിഞ്ഞിട്ടുണ്ട്. വിശന്നിട്ടാണ് അതൊക്കെ റായിട്ടപ്പോ കാല് വെച്ചിട്ട് സൈഡിലോട്ട് ഇറങ്ങുന്ന മുറ്റത്തേക്ക്. ഹായ്, ഈ ഡ്രസ്സ് നല്ലേനും ആടത്തെ വെള്ളത്തിൽ. ടാറ്റ പറ, ടാറ്റ പറ. നിലു വരുന്നില്ല. അമ്മേന്റെ കൂടെ നില. അമ്മയും അമ്മമ്മയെല്ലാം പിന്നെ വരും. അന്നേരം നിലയിലെ വരുവാ. പോവാ, അത് പോവാ, ചാച്ച പോവാ എന്നേ. എന്റെ പള്ളി. ഹലോ, എക്സ്ക്യൂസ് മീ. മറ്റേ അന്ന് കണ്ടിട്ടില്ലേ ഗുരുവായൂർ ഒരു കുട്ടീനെ കാറില് ആക്കി? ആ വാ, അച്ഛൻ മുമ്പിൽ ഇരുന്നോട്ടെ. ഞാൻ ചാച്ച പറ, എടുത്തോണ്ട് ചാച്ച പറ. ചാച്ച പറയുന്നുണ്ട് കേട്ടാ. വാ, അടിക്ക്, വീണ് പോവും. അടിക്ക്. ഋത്തിക്കേ, 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 ബൈ ബൈ, സീ യു. എപ്പോ വരുവാ? എപ്പോ വരുവാ? ചെന്നൈ. നിർബന്ധിച്ചോട്ടെ ഇന്ന് മുതല്. നില വരുന്നു എനിക്ക്. ഹായ്, അത് ഹായ്. എല്ലാവരും ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ബാക്കിൽ ഇരിക്കുന്നല്ലേ കുട്ടാട്ടാ. ഇവേ എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിക്കുന്ന ഒരു വീഡിയോ അടുത്ത്. കാരണം ഇത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വീട്ടിലെത്തുമ്പോഴത്തേനും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലുള്ള കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറേ ദിവസത്തെ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ചിലപ്പോൾ കണക്ഷൻ ഫീൽ ചെയ്യാത്ത പോലെ തോന്നും. ഇടയ്ക്കിടെ ഇൻട്രോ ഒക്കെ പറയും. അപ്പോൾ നമ്മളങ്ങനെ ഹൗസ് വാമിങ്ങിൽ വീട്ടിലെത്തി. അപ്പോൾ എനിക്ക് അവിടുത്തെ ലിവിങ് സ്പേസ് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമാണ്. ഭയങ്കര എസ്തെറ്റിക്, പിൻട്രസ്റ്റി പോലെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും കൂടെ കഴിച്ചിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം ഞാൻ വീട്ടിൽ നിന്ന് നേരെ ചെന്നൈയിലേക്ക് പോകാമെന്ന്. പക്ഷേ കുറച്ച് ദിവസം കൂടി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ പറയാം. അപ്പം വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങളെ അവിടെ ആക്കിയിട്ട് കൂട്ടുകാരനും അച്ഛനും തിരിച്ചു വന്നു. കൂട്ടുകാരൻ ഇന്ന് ഈവനിങ് ചെന്നൈക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ അവിടെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഇതാ നമ്മളവിടുന്ന് നേരെ വീട്ടിലേക്കാണ്. ഉച്ച സമയമായിട്ട് ഭയങ്കര ചൂടാണ്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നാട്ടിൽ എത്തിയപാടെ പിള്ളേരൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ. നാട്ടിലെ ഇതെന്നും നാടെ ഇവിടെ ഒരു മാങ്ങക്കാന്ന് അടി കഴിയുന്ന്. അത് പെറുക്കിട്ട് വന്നു നാറി. എന്നാ കടിച്ച് നോക്കട്ടെ. അതും കണ്ടിട്ട് എന്റെ സുജത്യം കഴിച്ചാ. കൊല്ലും ഞാൻ.
ചച്ചുവാ എടാ നിങ്ങളെല്ലാം കരിഞ്ഞിട്ടാണ് ഉള്ളത്. മോളെ പൊരക്കൊന്നും തരത്തില്ലേ? ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇടുമ്പോ എന്താ കൂൾ ബോയ്, ഇവിടെ തൊട്ടി തൊട്ടി, ഇവിടെ എത്തുമ്പോ തൊട്ടികൾ. എന്താണ് ക്ലാരിറ്റി കുറച്ച് ഇല്ല അകത്തും ഇല്ല, വാഷ് ബേസിലില്ല. ചച്ചു ബാക്കിൽ പോട്, അടുക്കളയിൽ പോട്. ഒരു ബുദ്ധിമുട്ട് പോയിട്ട് വല്ലാത്തൊരു ജ്യേഷ്ഠ ചച്ചുവിനെ വന്നേ ഞാൻ പോയി തന്നെ ബേത്താറ് തുറക്കാൻ വരുന്നത് നിന്റെ കൂട്ടാൻ അച്ഛ രഹിനെ കണ്ട അച്ഛക്ക് മനസ്സിലായി ഇവനാ. ഇവൻ ഇങ്ങനെ ഇവിടെ വീട്ടിൽ കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ലാസ്റ്റ് ഇവര് മൂന്നാള് പോകുമ്പോ അല്ല മറ്റേ പാണ്ടക്കാരൻ പോകുമ്പോട്ടെ ഇവർ ഇവിടെ ഒക്കെ ഉണ്ടേനു. ആ സീനെ തെയ്യത്തിന് നീ നിന്നിട്ടില്ലേനാ? ഇത് പുതിയൊരു സാധനം, പുതിയൊരു ടോയ്. ആദ്യം ഇത് കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇങ്ങനെ താഴെ ഇറങ്ങും. പിന്നെ ഇടയിൽ വേറെ സാധനം ഉണ്ട്. റെഡി ഒരാൾ ഇതാക്കുന്ന ആവേശം പറയാമേ പമ്പരം പമ്പരല്ലടാ തിരുപ്പം എന്തോ ഒരു സാധനം പറയുന്നല്ലോ. കാറ്റാടി എന്തോ പറയും ഒരു കാറ്റത്ത് ആടുന്ന. അത് പറയാ വണ്ണാണ്. എടുക്ക് എടുത്താ നമ്മളിതിങ്ങനെ ഇടും. മുട്ട തിന്നുന്ന കുട്ടിയെ പ്ലേറ്റും പിടിച്ചേട്ടെ. തലയിൽ വെച്ചാവൂല. അടുത്തത് അമ്മൂമ്മയുടെ ഊയോ മേലെ എത്തിപ്പോയി. എനർജിയാണ് മഞ്ഞ. 1 2 3 ഇല്ല. 2 3 ഗൈസ് പോയി ഗൈസ്. താര എടുത്തേന്നാ എടാ മൊട്ട എന്റെ കോയിന്റെ മുട്ട അതുകൊണ്ട് ടേസ്റ്റ് ആയിരിക്കും. യമ്മി മുട്ട. 2 3 കൊടുക്കേ അമ്മക്ക്. ഇങ്ങനത്തെ പിന്നെ മൂക്കുത്തിട്ട കഴിക്കാൻ വിഷമല്ലേ. സംഭാഷണം. താഴെ ഇറങ്ങേണ്ടിട്ട് അതിസാഹസികമായ
ഒന്ന് അങ്ങോട്ട് വരുന്നുണ്ട് പോ. അതാ ആരോ വന്നിട്ടുണ്ട് പോലും. കുട്ടിക്ക് കൊടുക്കണ്ട മുട്ട കട്ട എടുത്ത് തിന്നു തീറ്റി പണ്ടാരും. അങ്ങനെയൊന്നുമില്ല, കുട്ടിയാ തിന്നണ്ട്. മോനെ മുട്ട കോരി കോരി കുടിക്കുന്നു. ഐസ്ക്രീം പോലെ പച്ചമുട്ട ഇത് കുടിക്കും ഗൈസ്. റെഡി 2 പോയി. ചിഞ്ഞോച്ചാക്കിയാലേ മേലെ പൊന്തും. പിഷ്കൂ പീശാത്തി എടുത്തിട്ട് സ്വന്തമായി പി ഊതാൻ പഠിച്ചു എന്റെ മകൻ. ആ പി ഉള്ളിലാ നോക്കണേ. ഞാനാക്കി കറന്നില്ല. അതുവരെ മര്യാദ കളിച്ചോടുന്നു. എന്റെ ചോറായിനാ എന്നാ കുറച്ച് ചോറ് വാർത്തില്ല ഞാൻ ചാന്ന് പറയുന്നു. അടുത്തത് ഇവിടെ ലൈറ്റ് ഒരു 5 മിനിറ്റ് ഒരു പുതിയ സാധനം, അപ്പോഴത്തേക്ക് അടുത്ത സാധനം വരുന്നു. നോക്കട്ടെ മിന്നു കുഞ്ഞിനെ നോക്കിയാട്ടെ. നക്കിയിടുന്ന പ്ലീസ് ഒരിക്ക പ്ലീസ്. വായിലിടുവോ നമുക്കൊരു പേടിയുണ്ടായിരുന്നു. രണ്ടെണ്ണം മണിയൊക്കെ ഇത് മറ്റേ ടെന്നീസ് അല്ലേ? ഇതാണ്ട് മോനെന്താ മാമന്റെ പ്രകടനം. ഇത് വെളിച്ചില്ലാത്ത അതൊട്ടിട്ട് പോലത്തെ പിന്നെ മോനെ പോലത്തെ കോലെടുത്തു ഓരോന്ന് പുതിയ സാധനങ്ങൾ കാണുമ്പോൾ പഴയ നിൽക്കുന്നു. വേണോ വേണ്ടയോ? ആ അത് ഇത് ഇവിടെ അമ്മേന്റെ ബർത്ത്ഡേ ആയിരുന്നു. കേക്ക് ഇങ്ങനെ 1K തന്നെയാ 1K കേക്ക്. ആ നല്ലല്ലേ? പുതിയൊരു സാധനം കിട്ടി. ഇനി അതൊക്കെ മടുത്ത് അങ്ങനെയല്ലടാ കൊച്ചുണ്ടാ
ബാബ ക്വാക്വാ അറിയില്ല ബാബ ക്വാക്വാ. എങ്ങനെ മുട്ടായിരുന്ന? എങ്ങനെ മുട്ട? അമ്മമ്മ എങ്ങനെ മുട്ടായിരുന്ന? അമ്മമ്മ എങ്ങനെ മുട്ടായിരുന്നേ? എനിക്കിത് ഇഷ്ടല്ല, അങ്ങനെ എന്തോരം ടേസ്റ്റ് ഇഷ്ടമാണ്. പക്ഷെ ഇത് ഞങ്ങൾക്ക് ചവച്ച് ആ എനിക്ക് ക്ഷമ, എനക്കും ക്ഷമയില്ല അമ്മ, എനക്കും തീരെ ക്ഷമയില്ല. നീ വീടെന്താ? ആടുന്നെല്ലാം തീർന്ന്. എനിക്ക് ചോറ് വേണ്ട. ഇവൾക്ക് ചോറ് വേണ്ട. നീ ബിരിയാണി നിന്നിട്ടില്ല. ഹലോ, നമ്മള് വീട്ടിലെത്തിയിട്ട് വ്ളോഗ് എടുക്കണം എന്ന് വെച്ചിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. ഇന്ന് ഒരു ടൈം കിട്ടിയ ഷട്ടിൽ സർവീസ് അതിന്റെ പുതിയ ബനിയൻ കണ്ടോ? ഇത് മിന്നു വലിയ കുട്ടിയാടാ. മുറിച്ച വിളക്കാത്തിക്കുന്ന ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്. അനക്ക് അങ്ങ് എടുക്കണം അമൃതം പൊടി. പക്ഷെ പുറത്ത് കാണുമ്പോൾ നല്ല വെളിച്ചമുള്ള പോലെ ഉണ്ടല്ലേ, മഴക്കാറുണ്ട്. ഞാൻ വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഒന്നും പറ്റിയില്ല, കാരണം രാവിലെ മുതലേ ഓട്ടായിരുന്നു. അപ്പോൾ ചോദിച്ചാൽ ഈവനിങ് ബ്ലോഗ് ആയിട്ടിടാണ്. അപ്പോൾ മാമനും മാമിയെല്ലാം വരുന്നുണ്ട്, മിന്നും ഉണ്ട് ഇടാ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ചോദിച്ചു എന്തായാലും ബ്ലോഗ് എടുക്കാൻ. അതിന് പുതിയ ബനിയും കൊണ്ടെടുത്തമ്മ. നീസല്ലേ കോയ് 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 മുട്ടക്കോയി ടാറ്റ പറയുന്നുണ്ട് അപ്പോൾ മിന്നു എടുത്തു നോക്ക് അമ്മ. അത് കഴിഞ്ഞിട്ട് കായലോടൊക്കെ വരുന്നുണ്ടെങ്കിൽ കായലോട് കഴിഞ്ഞിട്ട് കാപ്പ് പോകില്ലല്ലോ. അവര് കായലോടെ നമ്മള് ബാക്കി തരുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ പോയേ ഈ കാശാണ്ട് പോയി നമ്മള് ആച്ചാണ്ട് പോയി